ഐ എം മനീഷ് പറവൂർ, സോണൽ മാനേജർ, ജസ്പേഡ് ഇന്റർനാഷണൽ. താങ്ക് യു അജിത മാം, മനോഹരമായി പരിചയപ്പെടുത്തി. അപ്പോ ഇന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ഞാനും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ ഒരു വലിയൊരു അവസരങ്ങൾ ആഗ്രഹിക്കുന്ന, അന്വേഷിക്കുന്ന ആളുകളാണ്. കാരണം നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം അത്തരത്തിലാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മളുടെ ഒരു നല്ലൊരു വീട്, നല്ലൊരു മക്കളുടെ വിവാഹ ജീവിതം, അതോടൊപ്പം തന്നെ നല്ല കാറുകൾ, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ ഭാവിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തെ സംബന്ധിച്ചിടത്തോളം വരവിനേക്കാൾ കൂടുതൽ ചെലവിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സേവിങ്സ് നമുക്ക് അസാധ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പണം നല്ല രീതിയിൽ തന്നെ ഒരു നല്ലൊരു പ്രൊജക്റ്റിലൂടെ തന്നെ നമ്മൾക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ലൊരു അസറ്റ് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രൊജക്ടിനെ കുറിച്ച് കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അവിടെ അങ്ങനെ നിങ്ങളുടെ ഏതൊരു സ്വപ്നവും നേടിയെടുക്കാൻ സാധിക്കുന്ന ആ ഒരു പ്രൊജക്ട് അവതരിപ്പിക്കുന്ന കമ്പനിയുടെ പേരാണ് സിൽവർ ലീഫ് ബിൽഡേഴ്സ് ആൻഡ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ്. ഈ ഒരു രണ്ട് കമ്പനിയും ചേർന്നുകൊണ്ട് ഈ ഒരു പ്രൊജക്ട് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ, ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷത്തോളം ഇവിടെ സേവന പാരമ്പര്യമുള്ള ഒരു മാനേജ്മെന്റ് ആണ്. അവരുടെ ഒരു നെക്സ്റ്റ് വെഞ്ചർ ആണ് ഈ ഒരു സിൽവർ ലീഫ് ബിൽഡേഴ്സും അതോടൊപ്പം തന്നെ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റും. ഈ ഒരു കമ്പനി ഇന്ന് നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള ഏറ്റവും നല്ല ടൂറിസത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രൊജക്ട് വയനാടിന്റെ മണ്ണിലാണ് ഈ ഒരു പ്രൊജക്ട് ആരംഭിക്കുന്നത്. പേരിൽ തന്നെയുണ്ട് അല്ലെ, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന്. കുറച്ചുകൂടി പ്രീമിയം എന്നുള്ള രീതിയിൽ ചന്ദനത്തോപ്പുകളിൽ താമസിക്കാം. ഇവിടെ ഹോളിഡേ കോട്ടേജുകളാണ് ഇവിടെ നമ്മൾക്ക് നിർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലൂടെയുള്ള ടൂറിസത്തെ വലിയ രീതിയിൽ ഇന്ത്യയിൽ തന്നെ ടൂറിസത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാക്കി ഇത് മാറ്റിമറിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് ചന്ദനത്തെക്കുറിച്ചും ചന്ദനത്തിന്റെ ഒരു ഗുണങ്ങളെ കുറിച്ചെല്ലാം ഞാനിവിടെ പിന്നീട് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു കോട്ടേജിനെ കുറിച്ചെല്ലാം പറയുന്നതിന് മുമ്പ് റിയൽ എസ്റ്റേറ്റ്, നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് റിയൽ ആണ്. റിയൽ എസ്റ്റേറ്റിന്റെ സാധ്യത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അല്ലെ. അപ്പോ ഇവിടെ ആ ഒരു റിയൽ എസ്റ്റേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കേണ്ടത്, നമുക്കൊരു ആവശ്യം എന്താണ് നമ്മളുടെ. അപ്പൊ നമ്മളിവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യത്തെ കുറിച്ച് നമ്മളൊന്ന് പിന്നോട്ട് പോയാൽ നമുക്കറിയാം, 1940-ലൊക്കെ നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ നമുക്കൊരു കൂട്ടുകുടുംബം നമുക്ക് ജീവിക്കുന്നതിന് ഒരു മാസം ഒരു 10 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കാമായിരുന്നു. അത് പതുക്കെ 10-ൽ നിന്ന് 20-ലേക്കും 30-ൽ 40-ലേക്കൊക്കെ എത്തിയപ്പോൾ നമുക്കറിയാം 1960 കാലഘട്ടങ്ങളിലൊക്കെ ഏകദേശം ഒരു 100 രൂപയൊക്കെ ഒരു മാസം വരുമാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നീക്കിയിരിപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു ഇവിടെ മുമ്പുണ്ടായിരുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അത് 1980-ലേക്ക് എത്തിയപ്പോൾ അത് 1000-ലേക്ക് വരെ എത്തി എന്നുള്ളതാണ്. 2000-ലേക്ക് എത്തിയപ്പോൾ. അപ്പോ ഇങ്ങനെ ഓരോ 20 വർഷം കഴിഞ്ഞപ്പോഴും ഇവിടെ 10 രൂപയിൽ നിന്ന് 100 രൂപ, 100 രൂപയിൽ നിന്ന് 1000 രൂപ, അങ്ങനെ 1000-ൽ നിന്ന് 10,000, 10,000-ൽ നിന്നും ഇന്നിപ്പോ നമുക്കറിയാം ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. 10,000 എല്ലാം മറികടന്നു. 50,000, 60,000 രൂപയ്ക്ക് ഒരു മാസം ഉണ്ടെങ്കിലാണ് ഇന്നത്തെ നമ്മളുടെ ഒരു മിഡിൽ ക്ലാസ്സുകാർക്ക് ജീവിച്ചു പോകാനും അത്യാവശ്യം EMI ഒക്കെ അടച്ചു പോകാനൊക്കെ സാധിക്കുന്നുള്ളൂ. ഇനി നമുക്കറിയാം 2040 ടച്ച് ആകുമ്പോഴും അത് 1 ലക്ഷം രൂപയും മറികടക്കും. 2060-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഏകദേശം 10 ലക്ഷം രൂപയെങ്കിലും ഒരു മാസം നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിന് നമുക്കൊന്ന് ജീവിച്ചു മുന്നോട്ട് പോകാനും ഇവിടെ ഒരു സാധാരണ മിഡിൽ ക്ലാസ്സുകാരന് വേണ്ടി വരും. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷങ്ങളിലൊന്നും നമുക്ക് ഈ ഒരു 10 രൂപയിൽ നിന്ന് ഇന്നത്തെ ഏകദേശം ഒരു 10,000-കണക്കിന് രൂപയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിനെ നമ്മൾക്ക് പിടിച്ചു നിർത്താൻ നമുക്കോ നമ്മുടെ പൂർവികർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തലമുറയ്ക്കും ഇതിനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മളുടെ ചുറ്റുപാടും ഉള്ള ആളുകൾ വെച്ച് നോക്കുമ്പോൾ 50% ലോ ക്ലാസ്സിലുള്ള ആളുകളാണ് അല്ല, ദരിദ്രരായിട്ടുള്ള ആളുകളും 30% മിഡിൽ ക്ലാസ്സുകാരുമാണ്. അപ്പോ കുറച്ച് ആളുകളാണെങ്കിൽ ഒരു ഏകദേശം 16% പ്രീമിയം ആയിട്ട് ജീവിക്കുന്ന ആളുകളും അതിൽ 4% ആളുകൾ വീണ്ടും അൾട്രാ പ്രീമിയം ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ 10-25 വർഷം കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ മിഡിൽ ക്ലാസ് എന്നുള്ള ആ ഒരു വിഭാഗത്തെ തുടച്ചു നീക്കപ്പെടും. അതായത് ഒന്നുകിൽ അതിൽ കുറെ ആളുകൾ ലോ ക്ലാസ്സിലേക്കും അതിൽ കുറച്ച് ആളുകൾ പ്രീമിയത്തിലേക്കും മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ മാറ്റപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈ മിഡിൽ ക്ലാസ്സിൽ തന്നെ ഇപ്പോഴും തുടരുകയാണെങ്കിൽ
നമ്മൾ പ്രീമിയത്തിലേക്ക് ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലോ ക്ലാസ്സിലേക്ക് താഴ്ത്തപ്പെടുന്ന രീതിയിലേക്കാണ് ഇന്ന് നമ്മളുടെ ഈ ഒരു കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് സമ്പത്താണ്. ഭാവിയിൽ ഒരു സമ്പത്ത് നീക്കിയിരിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. അപ്പോ എങ്ങനെ സമ്പന്നരാകാം? ഹൗ ടു ബിക്കം വെൽത്തി. ഇവിടെ സമ്പന്നരാകാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അതാണ് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്, സേഫ് ആണ്, അൺബ്രേക്കബിൾ വെൽത്ത് ആണ്. ആ ഒരു റിയൽ എസ്റ്റേറ്റ് എന്താണ്? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുമ്പോൾ വാങ്ങുക, വിൽക്കുക, വാടകയ്ക്ക് കൊടുക്കുക, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും റിയൽ എസ്റ്റേറ്റിൽ നടക്കുക. അപ്പോ ഈ റിയൽ എസ്റ്റേറ്റിലൂടെ ഏതെല്ലാം തരത്തിൽ നമുക്ക് പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ സമ്പന്നരാകാൻ സാധിക്കുന്ന ഏതെല്ലാം തരത്തിലാണ്? ഒന്നാമതായിട്ട് ലാൻഡ് വാങ്ങി വിറ്റുകൊണ്ട് പണം ഉണ്ടാക്കാം. അതില് ബിൽഡിങ്ങുകൾ പണിത് വെച്ചുകൊണ്ട് ആ ബിൽഡിങ്ങുകളെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടോ ആ ബിൽഡിങ്ങുകൾ വിറ്റുകൊണ്ടോ പണം ഉണ്ടാക്കാം. മൂന്നാമതായിട്ട് സ്റ്റാൻഡിങ് ടിമ്പേഴ്സ്, വിലപിടിപ്പുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അത് മുറിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം. അങ്ങനെ വിലപിടിപ്പുള്ള ഒത്തിരി മരങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അല്ലെ? അപ്പോൾ അങ്ങനെ വരുമാനം ഉണ്ടാക്കാം. നാലാമതായിട്ടാണ് നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതിയിൽ നിന്ന് വെറുതെ ലഭിക്കുന്ന കല്ല്, മണ്ണ്, വെള്ളം ഇതെല്ലാം വിറ്റുകൊണ്ടും പണം ഉണ്ടാക്കുന്ന റിയൽ എസ്റ്റേറ്റ്. ഈ ഒരു 3 തരത്തിലുള്ള, ഇതിനകത്തുള്ള 4 തരത്തിൽ 3 തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റിലൂടെ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ ഈ ഒരു 3 തരത്തിലൂടെ പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മുടെ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്, നമ്മുടെ വിഷൻ 2030-നുള്ളിൽ തന്നെ കേരളത്തിന്റെ ടൂറിസം ഏരിയകളിൽ 1400ഓളം ഏക്കർ സ്ഥലം എടുത്തുകൊണ്ട്, മെയിനായിട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വയനാടാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം. വയനാട് 1400 ഏക്കറോളം സ്ഥലം എടുത്തുകൊണ്ട് അതിനെ 2 ഏക്കർ വീതമുള്ള പ്രൊജക്ടുകളാക്കി മാറ്റി അങ്ങനെയുള്ള 700 പ്രൊജക്ടുകളാണ് നമ്മളിവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. 2 ഏക്കറിന്റെ ഓരോ പ്രൊജക്ടിനെ 5 സെന്റ് വീതമുള്ള പ്ലോട്ടുകളാക്കി തിരിക്കും. അങ്ങനെ ഒരു 40 പ്ലോട്ടുകളായിരിക്കും ഈ ഒരു 2 ഏക്കർ പ്രൊജക്റ്റിൽ ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ആ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട്. ഇത് 2 രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഒന്നാമതായിട്ടാണ് ടൂറിസം കോട്ടേജുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത് ടൂറിസം കോട്ടേജുകൾ പണിതുകൊണ്ട് അതിന് ചുറ്റും 16 ചന്ദനമരങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട് അതിനെ വിൽക്കുക. അപ്പോൾ 5 സെന്റ് ഭൂമിയിലാണ് ഈ ഒരു പ്രൊജക്ട് വരിക. 5 സെന്റ് ഭൂമിയിൽ 20 ചന്ദനത്തോടൊപ്പം ഈ ഒരു കോട്ടേജ് നമ്മൾ വിൽക്കുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള ഹൈ പ്രീമിയം ആയിട്ടുള്ള ഈ ഒരു കോട്ടേജ് ആണ് നമ്മളിവിടെ, കേവ് കോട്ടേജ് ആണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളിതാ ഈ പ്രൊജക്റ്റ് ആണ് നമ്മളിവിടെ മാർക്കറ്റ് ചെയ്യുന്നതും വിൽക്കുന്നതും. അപ്പൊ ഈ ഒരു കോട്ടേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാവും, ഒരു പ്രൈവറ്റ് പൂൾ ഉണ്ടാവും, മനോഹരമായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ പ്രൈവറ്റ് നമ്മൾക്ക് വേണ്ടി മാത്രം. അതോടൊപ്പം തന്നെ അതിനകത്ത് ഒരു മനോഹരമായ വാട്ടർഫാൾസ്, ഫുള്ളി എയർ കണ്ടീഷനിലായിരിക്കും നമ്മൾ ഈ ഒരു പ്രൊജക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റൂം ചെയ്യുക. 450 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത്. 5 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു 16 ചന്ദനമരങ്ങളുണ്ട്. ഇതിനോടൊപ്പം അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട്സുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പൂൾ ഏരിയ, മിനി പൂൾ മാത്രമല്ല, അതല്ലെങ്കിൽ പ്രൈവറ്റ് പൂൾ മാത്രമല്ല, നമുക്കൊന്ന് നീന്തി തുടിക്കണമെങ്കിൽ വലിയ കോമൺ സ്വിമ്മിംഗ് പൂളുകൾ നമുക്ക് വേണ്ടി അവിടെ തയ്യാറാക്കുന്നു. ട്രീ ഹൗസുകൾ ഉണ്ട് അല്ലെ. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതാണ് മരത്തിന്റെ മുകളിലെല്ലാം താമസിക്കുക, അല്ലെങ്കിൽ ട്രീ ഹൗസുകൾ. അപ്പോൾ ട്രീ ഹൗസുകൾ ഇവിടെ ചെയ്യുന്നു. ക്യാമ്പ് ഫയർ ചെയ്യാൻ പറ്റുന്ന ഏരിയ, നമ്മൾക്കറിയാം ടൂറിസം പ്ലേസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി ആയിക്കുമ്പോൾ നമുക്കൊന്ന് ഒരു തീയൊക്കെ ഇട്ട് ക്യാമ്പ് ഫയർ ചെയ്ത് അവിടെ അടിച്ചു പൊളിച്ച് ഡാൻസ് ഒക്കെ കളിച്ച്, അപ്പൊ അതിന് പറ്റുന്ന മനോഹരമായിട്ടുള്ള ഏരിയ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്പാ, അരോമ തെറാപ്പി. നമുക്കറിയാം വിദേശികളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഈ ഒരു സ്പാക്കും അല്ലെങ്കിൽ അരോമ തെറാപ്പിക്ക് എല്ലാം വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രീമിയം ആയിട്ടുള്ള, ഹൈ പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതോടൊപ്പം കൂട്ടി വെക്കുന്നു 500 പേർക്ക് ഇരിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള അണ്ടർഗ്രൗണ്ട് പാർട്ടി ഹാൾ ഇവിടെ നമുക്ക് ചെയ്യുന്നുണ്ട്. അതും കേവ് മോഡലാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇടയ്ക്ക് പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിനി സൂ ഇവിടെ കമ്പനി ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചന്ദനമരങ്ങൾക്കിടയിലുള്ള മനോഹരമായിട്ടുള്ള മോർണിംഗ് വൈബും നൈറ്റ് വൈബും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഈ ഒരു പ്രൊജക്ട് ഏകദേശം ഒരു 75 ലക്ഷം രൂപയാണ് നമുക്ക് ഈ ഒരു പ്രീമിയം ആയിട്ടുള്ള കോട്ടേജ് നമ്മൾ സ്വന്തമാക്കാൻ നമുക്ക് വരിക. പക്ഷേ ഇന്നിപ്പോൾ ലോഞ്ചിങ് ഓഫറായിട്ട് ഇപ്പോൾ കൊടുക്കുന്ന 60 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ്, 60 ലക്ഷം രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു കോട്ടേജ് സ്വന്തമാക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഏകദേശം 25,000 30,000 രൂപയൊക്കെ റൂം റെന്റ് ചാർജ് ചെയ്യാൻ പറ്റുന്ന കോട്ടേജുകളാണ് ഇതെല്ലാം ഒരു ദിവസത്തേക്ക് തന്നെ. പക്ഷെ ഇവിടെ ആവറേജ് ഒരു 20,000 രൂപ വെച്ചിട്ടാണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 20,000 രൂപ വെച്ചിട്ടാണെങ്കിലും 30 ദിവസം ഇത് റെന്റിന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കോട്ടേജ് സ്വന്തമാക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു മാസ വരുമാനം എന്ന് പറയുന്നത് 60 ലക്ഷം രൂപ വരെയാണ്. ഇനി അത് ഒരു 25 ദിവസമേ റെന്റ് പോയിട്ടുള്ളെങ്കിൽ പോലും 5 ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്നു.
അവിടെ 20 ദിവസമാണ് ബുക്കിംഗ് വരിക എന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ വരുമാനം മാസം നേടാൻ സാധിക്കുന്നു. 15 ദിവസം മാത്രം പോയിട്ടുള്ളെങ്കിലോ അവിടെ 3 ലക്ഷം രൂപ വരെ അതിലൂടെ വരുമാനം നേടാനായിട്ട് സാധിക്കുന്നുണ്ടാവും. വെറും 10 ദിവസം മാത്രം പോയാൽ പോലും ഒരു മാസം 2 ലക്ഷം രൂപ വരെ ഈ ഒരു ലാൻഡ് ഓണർക്ക് വരുമാനം നേടാൻ സാധിക്കും. കേവലം 5 ദിവസം പോയാൽ പോലും 1 ലക്ഷം രൂപ ഒരു മാസം വരുമാനം ഇതിലൂടെ നേടാൻ സാധിക്കും. അപ്പോ ഒന്ന് ചിന്തിക്കുക, ഇത് സ്വന്തമായിട്ട് വാങ്ങാൻ പണമില്ലാത്ത ആളുകൾക്ക് 2 പേർ ചേർന്നുകൊണ്ട് ഷെയർ ഇട്ടുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു 6 പേർ കൂടി ഷെയർ ഇട്ടുകൊണ്ടോ, 10 പേർ കൂടി ഷെയർ ഇട്ടുകൊണ്ടോ, അല്ലെങ്കിൽ 20 പേരോ 30 പേരോ വേണ്ട, 1 ലക്ഷം രൂപയുടെ 60 ഷെയർ തന്നെ ഇവിടെ വിൽക്കുന്നുണ്ട് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ 1 ലക്ഷം രൂപ ഷെയർ ഇട്ടുകൊണ്ട് പോലും നമുക്ക് ഈ ഒരു കോട്ടേജിന്റെ ഒരു പാർട്ട്ണർ ആകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരം, ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അവസരം, ഒരു പ്രീമിയം, വയനാടിന്റെ മണ്ണിൽ ഹൈ പ്രീമിയം ആയിട്ടുള്ള ഒരു കോട്ടേജ്, എനിക്കും വേണ്ടടാ ഒരു പ്രീമിയം കോട്ടേജ് എന്ന് പറയാൻ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ ആ ഒരു അഭിമാന നിമിഷമാണ് ഇതിലൂടെ കടന്നു പോവുക. അപ്പോൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന കോട്ടേജിന്റെ സ്വന്തമാക്കുന്ന, അത് അവരുടെ പേരിലോട്ട് ഈ ഒരു കോട്ടേജ് ആധാരം ചെയ്ത് കൊടുക്കുമ്പോൾ ആധാരത്തിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളും ആധാരത്തിൽ മെൻഷൻ ചെയ്യുന്നു, അവരുടെ പേരും ഗ്രൂപ്പായിട്ട് ആധാരം ചെയ്യാൻ സാധിക്കുന്നു, ഒരു പാർട്ണർഷിപ്പ് കരാറ് സെപ്പറേറ്റും ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 30 ദിവസവും അത് റെന്റ് പോയി കഴിഞ്ഞാൽ 10,000 രൂപ ഒരു മാസം വരുമാനം ഉണ്ടാക്കാം. നമ്മുടെ 1 ലക്ഷം രൂപയെ പണിക്ക് വിട്ടുകൊണ്ട് മാസം 10,000 രൂപ മാസം വരുമാനം നേടാനായിട്ട് സാധിക്കുന്നു. ഇനി 5 ദിവസം പോയുള്ളെങ്കിലോ 8,333 രൂപ ലഭിക്കും. ഏകദേശം 20 ദിവസം പോയാലോ 6,666 രൂപ ലഭിക്കും. ഇനി 5 ദിവസം മാത്രമാണ് പോകുന്നതെങ്കിൽ ഏകദേശം 1,666 രൂപ വരെ നമുക്ക് ഒരു മാസം വരുമാനം ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രൊജക്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു പ്രൊജക്ട്. ഇവിടെ ഈ റെന്റ് കിട്ടുന്ന വരുമാനം മാത്രമല്ല നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് കേട്ടോ. കാരണം അതിന് ചുറ്റുമുള്ള 16 ചന്ദനമരങ്ങളുണ്ട്. അപ്പൊ അതിലൂടെ കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് ഞാനിപ്പോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ 2 വരുമാനം നമുക്ക് അവിടെ ഉറപ്പിക്കാം. ഒന്ന്, മന്ത്ലി റെന്റ് കിട്ടുമ്പോൾ കിട്ടുന്ന വരുമാനവും ആഫ്റ്റർ 15 ഇയേഴ്സ് നമുക്ക് ഒരു സാൻഡിലൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഷെയർ എന്നോണം അതിലൂടെയും നമുക്കൊരു വരുമാനം ഈ ഒരു ലാൻഡ് ഓണർക്ക് കിട്ടുന്നുണ്ടാവും. അങ്ങനെ രണ്ടാമത്തെ പ്രൊജക്ട്, ആദ്യത്തെ പ്രൊജക്റ്റ് ആയിട്ടുള്ള കോട്ടേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ പ്രൊജക്റ്റ് ആണ് 2 ഏക്കർ വീതമുള്ള 5 സെന്റിന്റെ പ്ലോട്ടുകളാക്കി തിരിച്ചുകൊണ്ട് 40 പ്രോപ്പർട്ടീസ്. ഇങ്ങനെയുള്ള 700 പ്രൊജക്റ്റുകളാണ് നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്രൊജക്റ്റിലും നമ്മൾ ചെയ്യുന്നത് ഇവിടെ സാൻഡിൽവുഡിന്റെ ഗ്രൂപ്പ് ഫാമിംഗ് ആണ്, അതായത് ചന്ദന കൃഷി. അപ്പോൾ ചന്ദനം കോട്ടേജിന് ചുറ്റും വരുമ്പോൾ ചന്ദനത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എന്നൊക്കെ ഇത് മനസ്സിലാക്കാം, ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ വിത്തൗട്ട് കോട്ടേജ് ഇല്ലാതെ ചന്ദനത്തിന്റെ കൃഷി മാത്രം ചെയ്താൽ നമുക്ക് എന്ത് വരുമാനം കിട്ടുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ചന്ദന കൃഷി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ചന്ദനം നമ്മളുടെ ചുറ്റുപാടോ നമ്മുടെ പൂർവികരൊന്നും നമ്മുടെ വീട്ടിൽ കൃഷിയായിട്ടൊന്നും ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ചന്ദന കൃഷി എന്ന് പറയുന്നത് വലിയ ഡിമാൻഡ് ഉള്ള ഒന്നാണ്, വലിയ വില കിട്ടുന്നതാണ്, അതോടൊപ്പം തന്നെ മോഷണം നടക്കുന്ന ഒന്നാണ്. ഇത് നമ്മൾക്ക് നേരെ മുറിക്കാൻ പറ്റില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ചന്ദന കൃഷി എന്ന് പറയുന്നത് ഇപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും സ്വന്തം വീട്ടുവളപ്പിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ്. ഗവൺമെന്റ് അത് ലീഗലാക്കിയിട്ട് ഏകദേശം 2011 മുതൽ നിങ്ങളുടെ സ്വന്തം ഭൂമിയിൽ ചന്ദനം നട്ടാൽ പോലും നിങ്ങൾക്ക് 100% പണം കിട്ടുമെന്ന് ഗവൺമെന്റിന്റെ അറിയിപ്പുണ്ട്. പക്ഷെ എല്ലാവരിലേക്കും ആ നിയമം എത്തിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 2024 ഫെബ്രുവരി 5-ാം തീയതി കേരള സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് പാസ്സാക്കിയപ്പോൾ ആദ്യമായിട്ട് ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കാനും ഇതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങളിൽ കലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും 50 കോടി രൂപ വരെ ആദ്യഘട്ടം എന്നോളം ഈ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിന് ഗവൺമെന്റ് നീക്കിവെക്കുക വരെ ആ ഒരു ബഡ്ജറ്റിൽ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ പല ആളുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും അത് എന്തുകൊണ്ടാണ് ചന്ദന കൃഷി ഗവൺമെന്റ് ഇത്ര പ്രോത്സാഹിപ്പിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു മരമാണ് ചന്ദനം. അതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ചന്ദനം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ സാൻഡൽവുഡ് ആണ്. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഫസ്റ്റ് ക്വാളിറ്റി ചന്ദനം എന്ന് പറയുന്നത് ഇന്ത്യൻ സാൻഡൽവുഡ് ആണ്. സാൻഡാലം ആൽബം എന്ന് പറയുന്ന സ്പീഷ്യസ് അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ മറയൂരൊക്കെയാണ്. അപ്പോ ഈ ഒരു ചന്ദന കൃഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചന്ദനം എന്ന് പറയുന്നത്, ഒരു വർഷം വേൾഡിൽ തന്നെ 6,000 ടണ്ണിന്റെ ആവശ്യകതയുണ്ട്. പക്ഷേ 800 ടണ്ണിൽ താഴെ ലഭ്യതയുള്ളൂ. കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ 2,000 ടണ്ണിന്റെ ആവശ്യകതയുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഏകദേശം 100 ടണ്ണിൽ താഴെ മാത്രമേ ലഭ്യതയുള്ളൂ. ഇത് മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ ആദ്യം തന്നെ ചന്ദന കൃഷിയെ കൂടുതലായി പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായി. പശ്ചിമഘട്ടമുള്ള കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര പോലുള്ള 4 സംസ്ഥാനങ്ങളോടാണ് കേന്ദ്ര സർക്കാർ ചന്ദന കൃഷി വ്യാപകമായിട്ട് കൃഷി ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പോ ഏറ്റവും അവസാനമായിട്ട് ഏറ്റെടുത്തത് നമ്മുടെ കേരളം തന്നെയാണ്. കേരളം ഇതനുസരിച്ചുകൊണ്ട് തന്നെ ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ചന്ദന കൃഷി ചെയ്താൽ അവർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കൃത്യസമയത്ത് വന്ന് മുറിച്ചു കഴിയുമ്പോൾ ലാൻഡ് ഓണറുടെ അക്കൗണ്ടിലേക്ക്
100% പണം അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്, ട്രഷറി വഴി ഇട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്തു തരുന്നത് എന്താണ്? ഇവിടെ 5 സെന്റിന്റെ വീതം പ്രോപ്പർട്ടികളാക്കി തിരിച്ചുകൊണ്ട് അതിലെല്ലാ പ്രോപ്പർട്ടിക്ക് കയറുന്നതിനുള്ള വഴി സൗകര്യം എല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് 20 ചന്ദനമരങ്ങളാണ് ഇതിന് ചുറ്റും പ്ലാൻ ചെയ്യുക. അപ്പോൾ 20 ചന്ദനമരങ്ങളോടൊപ്പമുള്ള ഈ ഒരു പ്രോപ്പർട്ടി ആ ഒരു പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് നൽകുമ്പോൾ 12 മുതൽ 15 ലക്ഷം രൂപ മാത്രമേ ഇതിനകത്ത് വില വരുന്നുള്ളൂ. അപ്പോൾ ഇതിലൂടെ ഈ ഒരു 12-15 മുടക്കി നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുമ്പോൾ, ഈ ഒരു പാക്കേജിലൂടെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം നമുക്ക് നോക്കാം. ഇവിടെ 10 മുതൽ 15 വർഷം കൊണ്ട് ഒരു ചന്ദനമരം എന്ന് പറയുന്നത് ഏകദേശം ടോട്ടൽ വെയിറ്റ് ഏകദേശം 200 കിലോ വരെ ഭാരം കിട്ടുന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ചന്ദനം എന്ന് പറയുന്ന ഒരു ഹെമി പാരസൈറ്റ് ആണ്. മറ്റു സസ്യങ്ങളിൽ നിന്നാണ് ഇതിന്റെ ന്യൂട്രീഷൻസ് എല്ലാം വലിച്ചെടുക്കാനുള്ള കഴിവ് ഇതിനുള്ളൂ. സ്വന്തമായിട്ട് ഫുഡ് എടുക്കാനുള്ള കഴിവ് വളരെ കുറവാണ്, 20% മാത്രമുള്ള ഒരു മരമാണ്. അപ്പോ ഇതിന്റെ ഹോസ്റ്റ് പ്ലാന്റുകളെല്ലാം പ്ലാന്റ് ചെയ്തുകൊണ്ട് ഇതിനെ വളർത്തിയെടുക്കുമ്പോൾ അതും സമുദ്രനിരപ്പിൽ നിന്ന് 700 മുതൽ 1150 മീറ്ററിന് ഇടയ്ക്ക് വരെ ഉയരമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൃഷി ചെയ്താൽ ഏറ്റവും കൂടുതൽ കാതൽ ഉണ്ടാവുക. നമുക്കിത് കാതലില്ലാതെ മുറിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല. അപ്പൊ കാതലുള്ള ചന്ദനം കിട്ടണമെങ്കിൽ അതും വളരെ കുറഞ്ഞ സമയത്ത് ഷോർട്ട് മെച്യൂരിറ്റി പീരീഡിൽ കാതൽ കിട്ടണമെങ്കിൽ വയനാട്, ഇടുക്കി, പത്തനംതിട്ട പോലുള്ള ഉയരം കൂടിയ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യണം. അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് വയനാട്. കാരണം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സർവേ എല്ലാം പ്രകാരം ഏറ്റവും കൂടുതൽ ഗ്രീൻ സോണുകളുള്ള ഒരു സ്ഥലം കൂടിയിട്ടാണ് വയനാട്. അങ്ങനെയുള്ള വയനാട്ടിലെ മുള്ളംകൊല്ലിയിലാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ആരംഭിക്കുന്നത്. അപ്പോ ഒരു ചന്ദനമരത്തിന്റെ ഏകദേശം 200 കിലോ ഭാരം ഞാൻ പറഞ്ഞു. അതിന്റെ ഒരു 10% മാത്രമേ കാതൽ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. 10% കാതൽ, അതായത് ഏകദേശം 20 കിലോ കാതലിന് ഇന്നത്തെ ഏകദേശ റേറ്റ് 20,000 രൂപ മറികടന്നു. എങ്കിൽ പോലും 20,000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 4 ലക്ഷം രൂപയാണ് ഒരു മരത്തിന്റെ കാതലിൽ നിന്ന് നമുക്ക് വരുമാനമായിട്ട് ലഭിക്കുക. ഇവിടെ ചന്ദനമരത്തിന്റെ കാതലിന് മാത്രമല്ല പണം, കാതലുള്ള ചന്ദനമരത്തിന്റെ ഇലയൊഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങൾക്കും നല്ല വില കിട്ടുന്നുണ്ട്. വേരിന് ഏകദേശം 17,500 രൂപയ്ക്ക് പോലും കഴിഞ്ഞതിന്റെ മുമ്പത്തെ തവണ ലേലത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡിമാൻഡ് ഉള്ള ഒന്നാണ് ചന്ദനമരത്തിന്റെ എല്ലാ ഭാഗങ്ങളും. ഇവിടെ വെള്ള, ഇതിന്റെ വേര്, അറക്കപ്പൊടി, ഇതിന്റെ പുറംതോലുകൾ, മുറിക്കുമ്പോൾ കിട്ടുന്ന ചിപ്സ് കഷ്ണങ്ങൾ, ഇതിനെല്ലാത്തിനും തൂക്കത്തിന് പണം ലഭിക്കുന്നുണ്ട്. ആവറേജ് ബാക്കിയുള്ള 180 കിലോ വെച്ച് കൂട്ടിയാലും 2,000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 3,60,000 രൂപ അതിലൂടെയും വരുമാനം ലഭിക്കുന്നു. അങ്ങനെ ഒരു മരത്തിൽ നിന്ന് മാത്രം ഏകദേശം 7,60,000 രൂപ വരെ ഈ ലാൻഡ് ഓണർക്ക് ലഭിക്കുന്നു. നമ്മുടെ ലാൻഡിൽ 20 ചന്ദനമരങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 7,60,000 വെച്ച് നോക്കിയാൽ 1,52,00,000 രൂപ വരെ ഈ ഒരു 5 സെന്റിൽ നിന്ന് നമുക്ക് ഇന്നത്തെ റേറ്റ് പ്രകാരം ലഭിക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ റേറ്റ് ആയിരിക്കില്ല അടുത്ത 5 വർഷം കഴിയുമ്പോൾ, അടുത്ത 10 വർഷം കഴിയുമ്പോൾ, അടുത്ത 15 വർഷം കഴിയുമ്പോൾ. കാരണം 6 മാസം കൂടുമ്പോൾ, 8 മാസം കൂടുമ്പോൾ ഇപ്പൊ നിലവിൽ ലേലം നടക്കുന്നുണ്ട്. ഓരോ ലേലത്തിനും 10% കയറ്റി വെച്ചാണ് ലേലം വിളിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയാണ്, വളരെ കൂടുതലാണ്. പക്ഷെ ആ സാധ്യതയെ നമുക്ക് സാധ്യതയായിട്ട് മാത്രമല്ല കാണാൻ സാധിക്കുക, അത് കണക്കുകളിലൂടെ തന്നെ സൂചിപ്പിക്കാൻ സാധിക്കും. ഇവിടെ സാൻഡൽവുഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സൈറ്റ് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള IWST, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വികസിപ്പിച്ചെടുത്ത ഒരു സൈറ്റ് കൂടിയിട്ടാണ്. ഇവിടെ 1980 1 കിലോ ചന്ദനത്തിന്റെ കാതലിന്റെ വില എന്ന് പറയുന്നത് കേവലം 20 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1990 എത്തിയപ്പോഴോ അത് 200 രൂപയിലേക്ക് കുതിച്ചു. 2008 എത്തിയപ്പോൾ അത് 200-ൽ നിന്ന് 3,000 രൂപയിലേക്ക് കുതിച്ചു. 2023 എത്തിയപ്പോൾ അത് 20,000 രൂപയിലേക്ക് കുതിച്ചു. ഒരു കണക്കൊന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ, റിവേഴ്സ് പോയി കഴിഞ്ഞാൽ 2008 3,000 രൂപ ഉണ്ടായിരുന്ന ചന്ദനം 3,000-ൽ തന്നെ നിൽക്കാതെ അത് 6,000-ലേക്ക് ജമ്പ് ചെയ്യാതെ 9,000-ലേക്കോ 12,000-ലേക്കോ 15,000-ലോ ഒന്നും നിൽക്കാതെ അത് 20,000 രൂപയിലേക്ക് കുതിച്ചു. ഏകദേശം 7-8 മടങ്ങോളം വില വർദ്ധിച്ചിരിക്കുന്നു കഴിഞ്ഞ 15 വർഷത്തിൽ തന്നെ. അപ്പോൾ അടുത്ത 15 വർഷം കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ചന്ദനത്തിന്റെ ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട് ക്യാൻസറിന് പോലും ഒരു വലിയ മെഡിസിൻ ആയിക്കൊണ്ട് ചന്ദനത്തിന്റെ ഓയിലിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത്രയും ഡിമാൻഡുള്ള ഒന്നായതിന്റെ പേരിൽ 10-12 മടങ്ങ് വില വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെങ്കിൽ പോലും നമ്മൾ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ലാഭം. പക്ഷെ ഇവിടെ ഒരു 4.5 മടങ്ങ് മാത്രം വില വർധനവ് പ്രതീക്ഷിച്ചാൽ പോലും 2038 അടുത്ത 15 വർഷം കഴിയുമ്പോൾ 87,500 രൂപയാണ് 1 കിലോ ചന്ദനത്തിന്റെ കാതലിൽ നമുക്ക് കിട്ടാനിരിക്കുന്ന വില. അങ്ങനെ നോക്കിയാൽ പോലും, ഏറ്റവും കുറച്ചിട്ട് കൂട്ടിയാൽ പോലും 20 കിലോ വരുന്ന ആ ഒരു കാതലിന് 87,500 വെച്ച് ഒരു മരത്തിൽ നിന്ന് മാത്രം 17.5 ലക്ഷം രൂപ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. 5 സെന്റ് ഭൂമിയിൽ 20 ചന്ദനമരങ്ങളുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ. 17.5 ലക്ഷം രൂപ വെച്ച് കാതലിൽ നിന്ന് മാത്രം 3.5 കോടി രൂപ വരെ നമുക്ക് ലാഭം പ്രതീക്ഷിക്കാം.
കഴിഞ്ഞില്ല. ഇല ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങൾക്ക് ഇന്നിപ്പോ 2000 രൂപ വെച്ച് ആവറേജ് കൂട്ടിയത് നമുക്കൊരു 4000 രൂപ വെച്ച് ആവറേജ് കൂട്ടിയാൽ പോലും ഏകദേശം 1,44,00,000 രൂപ അതിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നോക്കിയാൽ ഏകദേശം കാതലിൽ നിന്നും വെള്ളയിൽ നിന്നും 4,94,00,000 രൂപ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇതിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് കിട്ടാൻ പോവുക. പക്ഷെ ഇത്രയും കുറച്ചിട്ട് കൂട്ടിയാൽ പോലും ഇത്രയും വരുമാനം പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പ്രൊജക്ട്. അപ്പോ ആദ്യം പറഞ്ഞ ഒരു പ്രൊജക്റ്റിലേക്ക് ഞാൻ വരാം. കാരണം ചന്ദനമരത്തിന്റെ ഡിമാൻഡും അതിന്റെ വിലയും ഒക്കെ നമുക്കിപ്പോ മനസ്സിലായി അല്ലെ. അപ്പോ 5 സെന്റ് ഭൂമിയിൽ 16 ചന്ദനത്തോടൊപ്പമുള്ള ഈ ഒരു ഹോളിഡേ കോട്ടേജിൽ നിന്ന് ഈ 60 ലക്ഷം രൂപ ഏകദേശം വില വരുന്ന ഈ ഒരു ഹോളിഡേ കോട്ടേജിൽ നിന്ന് നമുക്ക് എന്തെല്ലാം വരുമാനങ്ങൾ കിട്ടും. നമുക്കറിയാം, ഇത് റെന്റിന് പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ കൂട്ടിക്കോ 1 ലക്ഷം രൂപ ഒരു മാസം വരുമാനമാണെങ്കിൽ പോലും 15 വർഷം കൊണ്ട് നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കിയാൽ 1,80,00,000 രൂപ ആ റെന്റിലൂടെ മാത്രം നമുക്ക് വരുമാനമുണ്ട്. 16 ചന്ദനമരങ്ങളിലൂടെ അതിന്റെ കാതലിൽ നിന്ന് 87,500 രൂപ വെച്ചുള്ള കാതലിൽ നിന്ന് നമുക്ക് നോക്കിയാൽ 2,80,00,000 രൂപ അതിലൂടെയും വരുമാനം കിട്ടും. അപ്പൊ റെന്റിനേക്കാൾ കൂടുതൽ ചന്ദനത്തിന്റെ കാതലിൽ നിന്ന് വരുമാനം കിട്ടും അല്ലെ. ഇനി ഇല ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളോ ഏകദേശം 1,15,20,000 രൂപ അതിലൂടെയും വരുമാനം കിട്ടുന്നു. അങ്ങനെ നോക്കിയാൽ റെന്റും അതോടൊപ്പം തന്നെ സാൻഡൽവുഡിന്റെ കാതൽ റേറ്റും ഏറ്റവും കുറച്ചിട്ട് കൂട്ടിയാൽ പോലും 5,75,20,000 രൂപ വരെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പ്രൊജക്ട്. അപ്പോ ഈ ഒരു പ്രൊജക്റ്റിനോടൊപ്പം തന്നെ നമുക്കറിയാം കുറച്ച് യൂണിക്നെസ്സുകൾ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ ഒരു പ്രൊജക്ട് നമുക്ക് മനസ്സിലായി, ഇതിന്റെ ഏകദേശം 11ഓളം സവിശേഷതകൾ കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. ഇവിടെ ഒന്നാമതായിട്ടാണ് ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതെല്ലാം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം. കാരണം ഒരു 15 ലക്ഷം രൂപ അല്ലെങ്കിൽ 12 ലക്ഷം രൂപ മുടക്കി ഒരു പ്ലാന്റേഷൻ സ്വന്തമാക്കി നമ്മളുടെ പേരിൽ ആധാരം ചെയ്ത് വാങ്ങിയാൽ പോലും അവിടെ നിന്ന് ഭൂമിയാണ് വാങ്ങിയത്, ക്യാപിറ്റൽ എമൗണ്ട് സേഫ് ആണ്, വളരെ സേഫ് ആണ്. ക്യാപിറ്റൽ എമൗണ്ട് എന്ന് ഭൂമി എന്ന് പറയുമ്പോൾ വില എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. അവിടെ ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദനമാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണത്തേക്കാൾ ഡിമാൻഡുള്ള ഈ ഒരു ചന്ദനത്തിൽ നിന്ന് നമുക്ക് ഹൈ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം കോട്ടേജ് ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ മന്ത്ലി ഒരു വരുമാനം. നമ്മൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ സമയവും നമ്മുടെ സ്കില്ലും എനർജിയും ഇതെല്ലാം നമ്മൾ അവിടെ ചെലവാക്കിക്കൊണ്ടാണ് നമുക്ക് ഒരു വരുമാനം കിട്ടുക അല്ലെ. ഒരു മാസം 1 ലക്ഷമോ 2 ലക്ഷം രൂപയൊക്കെ. ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവിടെ നമ്മളെ പണം പോയി പണിയെടുത്തുകൊണ്ട് ലക്ഷങ്ങൾ മാസം വരുമാനവും അതോടൊപ്പം തന്നെ ആഫ്റ്റർ 15 ഇയേഴ്സ് സാൻഡൽവുഡ് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 4 കോടിക്ക് അടുത്ത് വരുമാനം അതിലൂടെയും കിട്ടുന്നു. അപ്പോൾ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒന്നാണ്. അടുത്താണ് എന്തിനു വേണ്ടി നമ്മൾ ഈ ഒരു പ്രൊജക്ട് ചെയ്യണം. ഒന്ന് ചിന്തിച്ചാൽ അറിയാം, നമ്മളുടെ ഭാവി, ഞാൻ ആദ്യം തുടങ്ങിയത് തന്നെ അത് തന്നെയാണ്. നമ്മളുടെ നല്ലൊരു വീട്, നല്ല കാറ്, അതോടൊപ്പം തന്നെ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനൊക്കെ എത്രത്തോളം പണം നമ്മൾ ചെലവാക്കേണ്ടി വരും. അപ്പൊ ഇന്ന് സമ്പാദിക്കുന്നതിൽ നിന്ന് കുറച്ച് തുക മാറ്റി വെച്ചാലാണ് എപ്പോഴും നമുക്ക് ഇതിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നടത്താൻ സാധിക്കുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുന്നു, പിന്നീടുള്ള ശിഷ്ടകാലം ലോൺ അടച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോ നമ്മൾക്ക് എപ്പോഴും ചിന്തിക്കാം, നമ്മുടെ ഭാവി റിട്ടയർമെന്റ് ലൈഫും സേഫ് ആക്കാം. അതോടൊപ്പം തന്നെ ഒരു ആൺകുട്ടിയാണെങ്കിൽ അവന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഇന്ന് ലക്ഷങ്ങൾ മറികടന്ന് കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇങ്ങനെ ഒരു പ്രൊജക്ട് കയ്യിലുണ്ടെങ്കിൽ ആ ഒരു അവന്റെ വിദ്യാഭ്യാസം ഈ ഒരു പ്രൊജക്ടിലൂടെ നമുക്ക് നേടാനും ബാക്കി നമുക്ക് അടിച്ചു പൊളിക്കാനും സാധിക്കുന്നു. ഒരു പെൺകുട്ടിയാണെങ്കിലോ, ഇന്നിപ്പോൾ എന്താണ് അല്ലെ ഗോൾഡിന്റെ വിലയൊക്കെ നമുക്കറിയാം. അപ്പോ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ വിവാഹം നമുക്ക് രാജകുമാരിയെ പോലെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് ഒരു കടം പോലും വാങ്ങാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പ്രൊജക്ട്. ഇനി നമുക്ക് റിട്ടയർമെന്റ് ലൈഫ് നമുക്ക് അടിച്ചു പൊളിക്കാം. കാരണം ബാങ്കിൽ കൊണ്ടുവന്ന് FD ഇട്ട് കഴിഞ്ഞാൽ 5 കോടി രൂപ FD ഇട്ടാൽ ഒരു 3 ലക്ഷം രൂപയെങ്കിലും മാസം നമുക്കൊരു വരുമാനം നമുക്ക് അതിലൂടെ പ്രതീക്ഷിക്കാം അല്ലെ, ഇൻട്രസ്റ്റ് ആയിട്ട്. ഇനി ഗ്യാരണ്ടി ആൻഡ് ട്രസ്റ്റ് അടുത്തത്. അതായത് ഈ ഒരു പ്രൊജക്ട് ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം പേരിൽ, നമ്മുടെ പേരിൽ ആധാരം ചെയ്ത് വാങ്ങാം. അപ്പോൾ ഒറിജിനൽ ഡോക്യുമെന്റ് ആധാരം നമ്മുടെ പേരിലാണ്, കരമടച്ച രസീറ്റും പോക്കുവരവും ഇതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് നൽകുന്നതോടൊപ്പം തന്നെ ആര് നോക്കും അല്ലെ. 15 വർഷത്തോളം ഇതിനെ സെക്യൂരിറ്റിയും മെയിൻ്റനൻസും ഇതെല്ലാം ചെയ്തുകൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞു 25 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ ഒരു മാനേജ്മെന്റ് ആണ് ഇത് റൺ ചെയ്യുന്നത്. ആ ഒരു മാനേജ്മെന്റ് എഗ്രിമെന്റ് പ്രകാരം ഇത് നോക്കി നടത്തുന്നു. 15 വർഷം നമ്മളോടൊപ്പം ഇത് എഗ്രിമെന്റ് പ്രകാരം ഇതിന്റെ സെക്യൂരിറ്റി മെയിൻ്റനൻസും ഇതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് നോക്കി നടത്തി തരുന്നു. അത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ഗ്യാരണ്ടി ആൻഡ് ട്രസ്റ്റ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചു, ഇത് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. നെക്സ്റ്റ്, ഗ്രോയിങ് ഡിമാൻഡ്. അതായത് ചന്ദനത്തിന്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇന്റർനാഷണൽ മാർക്കറ്റിലും ഹൈ ഡിമാൻഡ് ആണുള്ളത്. കാരണം ഇവിടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു, ചന്ദനം കൊണ്ടുള്ള ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിലവിൽ എക്സ്പോർട്ടിങ് ബാൻ ആണ്. കാരണം നിലവിൽ തന്നെ ലോ പ്രൊഡക്ഷൻ ആണ്. 2000 ടൺ ഇന്ത്യയിൽ ആവശ്യമുണ്ട് അല്ലെ. 100 ടണ്ണിൽ താഴെ മാത്രമേ ഇന്ത്യയിൽ നിന്ന് ചന്ദനം ലഭ്യതയുള്ളൂ. വേൾഡിൽ തന്നെ 6000 ടൺ ആവശ്യമുണ്ട്. പക്ഷെ അവരും കൊതിക്കുന്നത് ഇന്ത്യൻ സാൻഡൽവുഡ് ആണ്. എക്സ്പോർട്ടിങ് നിലവിലില്ല.
അവിടെ ഒരു പ്രൊഡക്ഷൻ കൂടിയാൽ മാത്രമേ എക്സ്പോർട്ടിംഗ് ഓപ്പൺ ആകുള്ളൂ. എക്സ്പോർട്ടിംഗ് ഓപ്പൺ ആയാലോ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിലയേക്കാൾ 10 മടങ്ങ് വില കൂടാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് ചന്ദന കൃഷിയെ ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇത് ഒരു പത്രവാർത്ത കൂടി കൂടിച്ചേർക്കുന്നു. പണം കായ്ക്കുന്ന മരങ്ങൾ നമുക്കും വാങ്ങാം, നടാം, ഇലയൊഴുകി എല്ലാം വിൽക്കാം, കിലോയ്ക്ക് 20,000 രൂപ വരെ. റൈറ്റ് സൈഡിൽ താഴെ നോക്കിയാൽ അറിയാം, ഇന്ത്യയിൽ ഒരു വർഷം 2000 ടൺ ചന്ദനമാണ് ആവശ്യം. പക്ഷേ 100 ടണ്ണിൽ താഴെ മാത്രമാണ് ഉൽപാദനം. അപ്പോ മനോരമയിൽ വന്ന വാർത്തയാണ്. ഇതെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ആണ് ബയ്യർ. ബയ്യർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഉൽപ്പാദിപ്പിച്ചാലോ വിറ്റഴിക്കണമെങ്കിലോ നമുക്കറിയാം ആര് വാങ്ങും ഇത്, അല്ലെ? വാങ്ങാനുള്ള ആളുകളെ തേടി നടക്കണം. ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് എന്താ? ചന്ദനമാണ്. ഇത് ആര് വിൽക്കും അല്ലെങ്കിൽ ആര് വാങ്ങും എന്ന് ചിന്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വാങ്ങുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം ഇത്രയേറെ ഡിമാൻഡ് ഉള്ള ഒന്നായതുകൊണ്ട് തന്നെ ഗവൺമെന്റ് തന്നെയാണ് ഇത് വിറ്റുകൊണ്ട് ലാൻഡ് ഓണർക്ക് പണം അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നത്. അതായത് നമുക്ക് വിൽക്കാൻ പോലും നമുക്ക് പോകണ്ട, ബയ്യറെ നമ്മൾക്ക് കണ്ടെത്തേണ്ട ആവശ്യകതയില്ല. അപ്പോ ഗവൺമെന്റ് തന്നെ ഇത് വിറ്റ് തന്നുകൊണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് തരുന്നു. അതുകൊണ്ട് തന്നെ ബയ്യറെ തേടി അലയേണ്ടതില്ല. നെക്സ്റ്റ്, ആക്സസിബിലിറ്റി ആൻഡ് വിസിബിലിറ്റി. ഓരോ പ്രൊജക്ട് ഫ്രണ്ടേജും ഒരു പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോ അല്ലെങ്കിൽ ഒരു ബസ് റൂട്ട് ഫ്രണ്ടേജോ ആണ്. അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടിയിലേക്ക് കടക്കുന്നതിനുള്ള, എല്ലാ പ്രോപ്പർട്ടിയിലേക്കും കടക്കുന്നതിനുള്ള തുല്യമായിട്ടുള്ള വഴി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രോപ്പർട്ടി എന്നും കണ്ടുകൊണ്ടിരിക്കാൻ CCTV ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് നൽകുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിൽ ചന്ദന കൃഷി ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഗവൺമെന്റ് ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്, ഇത്രയും വില കിട്ടുന്ന ഒന്നാണ്, അല്ലെ, സുതാര്യമായ ഒന്നാണ്, ഒരു നല്ല കൃഷി രീതിയാണ് എന്നൊക്കെ മനസ്സിലായി. അപ്പൊ ഇത് ആര് നോക്കി നടത്തും എന്ന് പറഞ്ഞു? കമ്പനിയാണ് നോക്കി നടത്തുക. പക്ഷെ ഇതിന്റെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഏത് രീതിയിലാണ് ചെയ്തു തരുന്നത്? ഇവിടെ നമുക്ക് ധൈര്യമായിക്കൊണ്ട് ഏത് ജില്ലയിലും ഏത് സംസ്ഥാനത്തിലുള്ള ആളുകൾക്കും വിദേശത്തുള്ള ആളുകൾക്കും ധൈര്യമായിട്ട് വീട്ടിൽ കിടന്ന് തുടങ്ങാം. കാരണം ഹൈ സെക്യൂരിറ്റി കോമ്പൗണ്ട് വാൾ ചെയ്യുന്നു, 24x7 CCTV സർവീസ് നൽകുന്നു, ഡോഗ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ഡേ നൈറ്റ് സെക്യൂരിറ്റി ഗാർഡ്സുകളുടെ സർവീസ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ മരത്തിലും ചിപ്പുകൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള ചിപ്പ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിലൂടെ ഒരു മരം മുറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പോലും 10ഓളം മൊബൈൽ ഫോണിലേക്ക് അലേർം പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ചുറ്റിനും ഇലക്ട്രിക് ഫെൻസിങ് ഏകദേശം 20 അടി ഹൈറ്റിലേക്ക് ആക്കി മാറ്റി ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യുന്നു. പിന്നെ ചന്ദനമരത്തെ പരിപാലിക്കുന്നതിനുള്ള തോട്ടം തൊഴിലാളികളുടെ സർവീസും ഉറപ്പുവരുത്തുന്നു. അപ്പൊ ഇത്രയേറെ സെക്യൂരിറ്റിയും സർവീസും നൽകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും പോയി നോക്കി നടത്തേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. അപ്പോ ധൈര്യമായിട്ട് ഏതൊരു സ്ഥലത്തുള്ള ആളുകൾക്കും വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റ് പ്രകാരം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് സവിശേഷത. നെക്സ്റ്റ്, പ്ലോട്ട് സെലക്ഷൻ ഓപ്പർച്യൂണിറ്റി. പ്രോപ്പർട്ടി ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് നേരിട്ട് കണ്ട് വാങ്ങാനായിട്ട് സൗകര്യം ഒരുക്കി തരുന്നു. ഇപ്പൊ നിങ്ങളെ ആരാണ് ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തത്, അവരോട് സംസാരിക്കുകയാണെങ്കിൽ വയനാട്ടിലേക്കുള്ള ട്രിപ്പ് മിക്ക ദിവസങ്ങളിൽ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇന്ന് അർദ്ധരാത്രിയും വയനാട്ടിലേക്ക് ഇവിടെ നിന്ന് വാഹനങ്ങൾ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോയി കണ്ട് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്ത് അതിൽ എത്ര നമ്പർ പ്ലോട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിൽ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് കരാർ എഴുതിക്കൊണ്ട് ആ പ്രോപ്പർട്ടി ആധാരം രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പേരിലോട്ട് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ആണ് ലോ മെയിൻ്റനൻസ് ആൻഡ് അഡീഷണൽ ഇൻകം. അതായത് ഈ ഒരു പ്രോപ്പർട്ടി 15 വർഷത്തേക്ക് നോക്കി നടത്തുമ്പോൾ നമുക്ക് ആ ഒരു മെയിൻ്റനൻസ് കരാറിനെ ഒരു 11 മാസം കൂടുമ്പോൾ ഇയർലി നമുക്കത് പുതുക്കേണ്ടതുണ്ട്. ഏകദേശം 10,000 രൂപ, ഏറ്റവും കുറഞ്ഞത് 10,000 രൂപയെ നമുക്ക് അവിടെ വരുന്നുള്ളൂ. 10,000 രൂപ മെയിൻ്റനൻസ് കരാറിൽ നമ്മൾ പുതുക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ വെള്ളവും ചന്ദനത്തിന് വേണ്ടിയിട്ടുള്ള വളവും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂലി പോലെ നമ്മൾ കണ്ടാൽ മാത്രം നമുക്കത് മതിയാവും. അതിന് പോലും തികയില്ല എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 5,000 രൂപ നമുക്ക് റിട്ടേൺ ഇങ്ങോട്ടൊരു വരുമാനം കിട്ടുന്ന ഒരു ലീസ് എഗ്രിമെന്റ് കൂടി ചെയ്യുന്നു. അതായത് ചന്ദന കൃഷി ഏകദേശം 5 സെന്റ് ഭൂമിയിൽ 20 ചന്ദനം, അതായത് 1 സെന്റിൽ 4 എണ്ണം വീതം പ്ലാന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഗ്യാപ്പിൽ ഇടവിള കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ ഗ്യാപ്പിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ 2 ഏക്കർ ഭൂമിയെല്ലാം ഒന്നിച്ചെടുത്തുകൊണ്ട് അവിടെ കമ്പനി തന്നെ ഇടവിള കൃഷി ഇറക്കുമ്പോൾ നമ്മളത് പാട്ടത്തിന് കൊടുക്കുകയാണെങ്കിൽ 5,000 രൂപ നമുക്ക് പാട്ടക്കരാർ ഇനത്തിൽ നമുക്ക് ഇങ്ങോട്ടൊരു വരുമാനമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ 10,000 രൂപ മെയിൻ്റനൻസ് കരാറാണെങ്കിലും ആ ഒരു കരാറിലൂടെ അങ്ങോട്ടൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും 5,000 രൂപ നമുക്ക് തിരികെ ലഭിക്കുന്ന ഒരു ലീസ് എഗ്രിമെന്റ് കൂടി ഇവിടെ നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊജക്ട് കേട്ടപ്പോൾ പല ആളുകളും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടോ, അല്ലെ, ഭാവിയെ കുറിച്ച് ഓർത്ത് എനിക്കും ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണം. അപ്പൊ 12 ലക്ഷം രൂപ കയ്യിലുള്ള ആളുകൾ തീർച്ചയായിട്ടും നേരിട്ട് ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കയ്യോടെ ആധാരം രജിസ്റ്റർ ചെയ്ത് വാങ്ങും. അല്ലാത്ത ആളുകൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഗോൾഡ് വെച്ചിട്ടാണെങ്കിലോ ബാങ്കിൽ ലോൺ എടുത്തുകൊണ്ടാണെങ്കിലോ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോട് ഒരിക്കലും നമുക്ക് ഒരു 15 വർഷത്തിനുള്ളിൽ 5 കോടി രൂപ നീക്കിയിരിപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. ഇത് സാധാരണക്കാർക്ക് പോലും ഒരു കോടീശ്വരനാകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ
ഇവിടെ ബാങ്ക് ലോണിനോ മറ്റുള്ള കാര്യത്തിനോ ഇൻട്രസ്റ്റ് കൂടുതൽ കൊടുക്കുന്ന രീതിയിലേക്ക് ഒന്നും മുതിരണ്ട. ഇവിടെ കമ്പനി തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതെ പലിശരഹിതമായിക്കൊണ്ട് ഇതൊരു 80 മാസം തവണകളായിട്ട് ലോൺ ഒരു ചെറിയൊരു EMI-യിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന രീതിയിൽ സാധാരണക്കാർക്ക് വേണ്ടി പോലും ഈ ഒരു അവസരം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ആരാണ് ഇൻവൈറ്റ് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് അതുകൂടി മനസ്സിലാക്കുക. നെക്സ്റ്റ് ആണ് പ്രൊജക്ടിന്റെ സ്ട്രെങ്ത്. അതായത് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി നിലവിൽ രൂപീകരിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രസിഡന്റ് അനുവർക്കി, സെക്രട്ടറി ലിസിയാമ സണ്ണി, ട്രഷറർ ഷഹീന റാഫി, അതോടൊപ്പം തന്നെ 7 അംഗ കമ്മിറ്റിക്കാരും ആ പ്രോപ്പർട്ടി സ്വന്തമാക്കിയ എല്ലാവരും ഈ ഒരു അസോസിയേഷന്റെ ഭാഗമായിട്ട് വരുന്നു. ഈ ഒരു അസോസിയേഷൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഇതുപോലെ 2 ഏക്കറിൽ 40ഓളം പ്ലോട്ടുകൾ ഉണ്ടാവും. അങ്ങനെ ഏകദേശം 1400 ഏക്കറിൽ 28,000 പ്ലോട്ടുകളാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരിക. അതായത് 28,000 പേരടങ്ങുന്ന ചന്ദന കൃഷി ചെയ്യുന്ന കർഷകരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിലൂടെ ഗവൺമെന്റിൽ നിന്നും നേടിയെടുക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും, ഈ ഒരു കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പോലും നേടിയെടുക്കാൻ ഈ ഒരു സംഘടന നട്ടിലുള്ള സംഘടനയായിട്ട് ഇന്നിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഘടന തന്നെയാണ് മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവിടെ ഓരോ പ്ലോട്ടിലും വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കമ്പനിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് ചെയ്യേണ്ട സമയത്ത് വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു സംഘടനയിലേക്ക് നിങ്ങൾക്കും ഈ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ അനവധി അവാർഡുകളെല്ലാം നേടിയെടുത്ത ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു പ്രൊജക്റ്റ്. തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായി കൊണ്ട് നിങ്ങൾക്കും ഭാവിയിലെ കോടീശ്വരനാകാൻ സാധിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണോ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് കേൾക്കുന്നതിന് വേണ്ടി ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നുകൊണ്ട്